السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലുടനീളം മുഅ്മിനീങ്ങളായ ആളുകൾ ഉണ്ടാകരുത് എന്ന് നിഷ്കർഷിച്ച എന്ന് പറഞ്ഞു തന്ന ഏതാനും ചില വിഭാഗങ്ങൾ നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഏതാനും ചില വിഭാഗങ്ങളെ സംബന്ധിച്ചാണ്, അതല്ലെങ്കിൽ ഏതാനും ചില സ്വഭാവ ദൂഷ്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഒരു ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അത് മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല എന്ന് സൂചിപ്പിച്ച ഒരു വിഭാഗമാണ് ഏഷണിയുമായി നടക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, അഫലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബാക്കൾ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ അറിയിച്ചു തന്നാൽ. അവിടുന്ന് പറഞ്ഞു, അൽ മശ്ശാഊന ബിൻ നമീമതി അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബതി വൽ ബാഗൂനൽ ബുറാഅൽ അനത. അൽ മശ്ശാഊന ബിൻ നമീമ, നമീമത്തുമായി നടക്കുന്ന ആളുകൾ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, എങ്ങനെയുള്ളവരാണ് അവർ? പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. ആ രൂപത്തിൽ നമീമത്തുമായി നടക്കുന്ന ആളുകൾ ശിറാറുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചേർത്ത് പറഞ്ഞു, വൽ ബാഹൂനൽ ബുറാഅൽ അനത, നിരപരാധികളായ ആളുകൾക്ക് നാശം വന്ന് ഭവിക്കുന്നതിനെ ആഗ്രഹിക്കുന്ന ആളുകളും ശിറാറുൽ ഖൽഖിൽപ്പെട്ട ഏറ്റവും മോശമായ സൃഷ്ടികളിൽപ്പെട്ടവരാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ എന്ത് ചെയ്യും, ചില വർത്തമാനങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറയും. അയാളുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടോ അതല്ലെങ്കിൽ അയാൾ മോശമായി മനസ്സിലാക്കിയത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ആ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടാവുക. ആ സംസാരം ആരെ പറ്റിയാണോ സംസാരിച്ചിട്ടുള്ളത് അവർക്കിടയിൽ അത് എത്തിക്കുക. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ അത് പറഞ്ഞു നടക്കുക, ഇന്ന വ്യക്തി ഇന്ന ആളെ പറ്റി ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? അവർ രണ്ടുപേർക്കും ഇടയിൽ തെറ്റിക്കാൻ വേണ്ടി, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി.
അപ്പൊ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഫസാദ് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മറ്റൊരാളിലേക്ക് നഖൽ ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിൽ അവനാണ് നമീമത്തുമായി നടക്കുന്നവൻ. അവനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശമായവൻ എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസി അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും വാചകങ്ങൾ, എന്തെങ്കിലും സംസാരങ്ങൾ നമ്മുടെ സഹോദരന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നസീഹത്തോടുകൂടി എന്താണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ തിരുത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും മോശമായ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ മനുഷ്യനോടും പറയാ അദ്ദേഹം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും തിരുത്താൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിറാറുൽ ഖൽഖ് എന്ന് പരിചയപ്പെടുത്തിയത് രണ്ടാമതായിക്കൊണ്ട് ദ്വിമുഖന്മാരാണ്, അതായത് ഇരുമുഖമുള്ള ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, തജിദു മിൻ ശദ്ദിൻ നാസ് യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹി ദൽ വജ്ഹൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശക്കാരായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ദൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകൾ. എന്താ രണ്ട് മുഖമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, ഒരു നിലപാടുമില്ലാത്ത ആളുകൾ. ഇവരുടെ കൂടെ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ വരുമ്പോൾ അവരുടെ പോലെ നിൽക്കുക, മറ്റൊരാളുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക. സ്വന്തമായി നിലപാടില്ലാത്ത, സ്വന്തമായി അഭിപ്രായമില്ലാത്ത, സ്വന്തമായി ഒരു കാഴ്ചപ്പാടില്ലാത്ത, ആരുടെ ഒപ്പം കൂടുന്നോ അവൻ്റെ കൂടെ അവൻ്റെ ഒപ്പമായി കൊണ്ട് നിൽക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളും ശിറാറുൽ ഖൽഖുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. നമുക്ക് എപ്പോഴും ദീനിന്റെ വിഷയത്തിലാണെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും നിലവാരമുള്ള നിലപാടുള്ളവരായിരിക്കണം വിശ്വാസികൾ എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലാണെങ്കിലും പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഒരു നിലവാരമുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത്. അതല്ലാതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരോടും ഒരേ നിലപാട് സ്വീകരിച്ച് ആരുടെ കൂടെയാണോ കൂടുന്നത് കൂടികളാകാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്നാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആനിൻ്റെ ആദർശം കൃത്യമായി അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന, അല്ലെങ്കിൽ ആ ഖുർആനിക വചനങ്ങളോ ആയാത്തുകളോ ഒന്നും തന്നെ ഉള്ളിലേക്ക് ഇറങ്ങാതെ ജീവിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വഇന്ന മിൻ ശദ്ദിൻ നാസി റജുലൻ ഫാജിറൻ യഖറഉ കിതാബല്ലാഹ് ലാ യർഅവി ഇലാ ശൈഇൻ മിൻഹും. ഏറ്റവും ഷർറായിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാജിറായ മനുഷ്യൻ. എങ്ങനെയുള്ളവനാണ് അവൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അഹ്കാമുകൾ അവനറിയാം, വിധിവിലക്കുകൾ അവനറിയാം, പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ അവന് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല. പലിശയുടെ ആയത്തുകൾ നിരന്തരമായി അവൻ ഓതുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ട്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ നിരന്തരമായി ഓതുന്നുണ്ട്, പക്ഷേ അതുമായി അവൻ സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തെല്ലാം വിധിവിലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും തന്നെ ജീവിതത്തിൽ പാലിക്കാതെ ഒരു ഫാജിറായി, തെമ്മാടിയായി ഈ ലോകത്ത് ഒരാൾ ജീവിക്കുന്നുണ്ട്. അറിവില്ലാതെ ജീവിക്കുന്നതല്ല, അറിവോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ അഹ്കാമുകൾ അറിഞ്ഞുകൊണ്ടും അയാൾ തിന്മയിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അവനെ പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ശർറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ് എന്നാണ്. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണോ ജനങ്ങൾ ഉപദ്രവം ഭയന്ന് അവനെ ഒഴിവാക്കി നിർത്തിയത് അവനെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശർറൻ നാസ് ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ മൻ തറകഹു നാസ് ഇത്തിഖാഅ ശദ്ദി. നാളെ ഖിയാമത്ത് നാളിൽ സ്ഥാനം കൊണ്ട് ഏറ്റവും മോശമായ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ ജനങ്ങൾ അവന്റെ ഷർറ് ഭയന്നുകൊണ്ട് ഒഴിവാക്കി നിർത്തിയത് അവനാണ് എന്നാണ്. ചില ആളുകളെയൊക്കെ പറ്റി നമ്മൾ തന്നെ സംസാരിക്കും, അയാളോട് വർത്താനം പറയാൻ ഞാനില്ല, അല്ലെങ്കിൽ അയാളോട് ഇടപാട് നടത്താൻ ഞാനില്ല, കാരണം അയാളുടെ ഷർറ് ആ രൂപത്തിലാണ്. അങ്ങനെ ജനങ്ങൾ ആരെയാണോ മാറ്റി നിർത്തുന്നത് അവരാണ് ശിറാറുൽ ഖൽഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ പറ്റി ഒരാളും നമ്മളോട് ഇടപെടാൻ പറ്റാത്ത ഒരാളാണ്, നമ്മളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്, നമ്മളോട് ഒരു നിലക്കും ബന്ധപ്പെടാൻ പറ്റാത്ത ആളാണ് എന്ന് നമ്മളെപ്പറ്റി മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും ഷർറായിട്ടുള്ള ആളുകളാണ്. മറിച്ച് നമ്മുടെ സ്വഭാവം മാറ്റുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ എന്താ പറഞ്ഞത്? അവിടത്തോട് പറഞ്ഞത്, താങ്കളൊരു പരുഷ സ്വഭാവിയും മറ്റുമൊക്കെ ആണ് എങ്കിൽ ജനങ്ങൾ നിന്റെ അടുക്കലിൽ നിന്നും ഒഴിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ
ലീനുള്ള ഏറ്റവും നൈർമല്യതയോടുകൂടി പെരുമാറുന്നവനാകണം യഥാർത്ഥത്തിൽ വിശ്വാസി എന്നാണ്. അഞ്ചാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിറാറുൽ ഖൽഖ് എന്ന് പരിചയപ്പെടുത്തിയത് ഇഹലോകത്തിനു വേണ്ടി, സ്വന്തം ഈ ദുനിയാവിന് വേണ്ടി പരലോകത്തെ വിറ്റുകളഞ്ഞവൻ, പരലോകത്തെ ഒഴിവാക്കിയവൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ശദ്ദിൻ നാസി മൻസിലതൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി അബ്ദുൻ അദ്ഹബ ആഖിറതഹു ബിദുനിയ ഗൈരിഹി. മറ്റുള്ളവരുടെ ദുനിയാവിന് വേണ്ടി, മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഖിറത്തിനെ വിറ്റുകളഞ്ഞവനാണ് ജനങ്ങളിൽ ഏറ്റവും ഷിറാറായിട്ടുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞവനും ഷിറാറുൽ ഖൽഖ് തന്നെ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഖിറത്തിനെ വിറ്റ് കളഞ്ഞവൻ. എങ്ങനെ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി സ്വന്തം ആഖിറത്ത് വിറ്റ് കളയാം? സ്വന്തം മക്കളെ നോക്കാൻ വേണ്ടി, സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി സ്വന്തമായി അധ്വാനിക്കുന്നത് മുഴുവൻ ഹറാമായ രൂപത്തിൽ, എന്നിട്ടോ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, നമ്മുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുക ഒക്കെ ചെയ്യുന്നു. ആരുടെ ആഖിറാണ് നഷ്ടപ്പെടുന്നത്? സ്വന്തം ആഖിറ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരെ ധന്യനാക്കി കാണുന്ന ഏറ്റവും വലിയ വിഡ്ഢി. കാരണം എന്താണ്? ആ രൂപത്തിൽ ഹറാമായിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഹറാമാണ്. മാത്രമല്ല ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റിയെന്ന് വരും, പക്ഷേ ആഖിറത്തിൽ നമ്മൾക്കത് നഷ്ടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആറാമതായി സ്വന്തം ഭാര്യയുമായുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കി നടക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമത്തി അർറജുല യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി ثم ينشر സിർറഹാ. ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടരായ, ഏറ്റവും വൃത്തികെട്ടവന്മാരായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയുമായുള്ള രഹസ്യമായിട്ടുള്ള ബന്ധങ്ങൾ അവർ ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കി നടക്കുന്ന ആളുകൾ. ചില ആളുകളൊക്കെ അതൊരു വലിയ പോരിശയായിക്കൊണ്ട് തന്നെ പറയുന്നതൊക്കെ കാണാൻ സാധിക്കും. എത്ര വൃത്തികെട്ട, എത്ര മോശമായ കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ട് സ്വന്തം ഭാര്യയുമായി നടന്ന കാര്യങ്ങൾ, അവരുമായിട്ടുള്ള രഹസ്യങ്ങൾ, അവരുമായി മാത്രം ചെലവഴിക്കേണ്ടുന്ന സമയങ്ങളെക്കുറിച്ച് മറ്റുള്ള ആളുകളോട് വലിയ വീമ്പ് എന്നുള്ള നിലക്ക് പറയുന്ന ആളുകളൊക്കെ ഏറ്റവും ഷിറാറുൽ ഖൽഖാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നമ്മളുടെ രഹസ്യ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ഒരു കാരണവശാലും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനോ അവരുടെ മുമ്പിൽ അത് പറയാനോ അതുകൊണ്ട് പെരുമ നടിക്കാനോ ഒന്നും നമ്മൾ നിൽക്കരുത്. അത് നമ്മുടെ മുറൂഅത്തിനെ, നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യത്തിലും ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഏഴാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നവരെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഇന്ന മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹു സ്സാഅ വഹും അഹ്യാ. ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടരായ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് ആരാണോ ജീവിച്ചിരിക്കുന്നത് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശർറ് പിടിച്ച ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്തി പറഞ്ഞ ഒരു വിഭാഗം എന്ന് പറയുന്നത് വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദ. അവരുമാണ്. അതോടൊപ്പം തന്നെ ആരാണോ ഖബറുകളെ ആരാധിക്കുന്നത്, ഖബറുകളെ മസ്ജിദുകളാക്കുന്നത്, അവരുമാണ് ഷിറാറുൽ ഖൽഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഇന്ന് ഇത് യഥേഷ്ടം ഉള്ളതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഖബറുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ നടത്തുന്നു, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, എന്തെല്ലാം ചില ആളുകൾ സുജൂദുകൾ വരെ ആ ഖബറിനടിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഖബർ സന്ദർശനം വെച്ചത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്. ഞാനും ഇങ്ങനെ പോയി കിടക്കേണ്ടവനാണല്ലോ, എൻ്റെ കൂടെ അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ പുറത്ത് ജീവിച്ചിരുന്നവനാണല്ലോ ഇവന് എന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളുടെ മരണത്തെക്കുറിച്ച് നമ്മളുടെ മരണവും നമുക്ക് ആ സമയത്ത് ഓർമ്മ വരും. അതിനുവേണ്ടിയാണ് ഇസ്ലാം ഖബർ സന്ദർശനം മശ്റൂആക്കി, നിയമമാക്കി നമുക്ക് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നേരെ മറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനും കുട്ടി ഉണ്ടാകാനും അതുപോലെ തന്നെ രോഗം മാറാനും ഈ നിലക്ക് തുടങ്ങി എന്തെല്ലാം ഭൗതികപരമായ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാക്കി ഇന്ന് ഖബറുകളെ മാറ്റി. എന്നിട്ട് ആ ഖബറുകളുടെ അടുക്കൽ പോയിക്കൊണ്ട് അവിടെ സുജൂദ് ചെയ്യുന്നു, അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല,
അവരെ വസീലയാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന രൂപങ്ങളും ഇന്ന് കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ചെയ്യുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ എട്ടാമതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ആയുസ് നീട്ടി കിട്ടിയിട്ടും അമലുകൾ മോശമായി പോയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനാരാണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസ്സാണോ നീണ്ടത് എന്നിട്ട് അവൻ ആരുടെ പ്രവർത്തനമാണോ നന്നായി തീർന്നത് അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ. അങ്ങേയറ്റം പ്രായമായിട്ടും നിസ്കാരത്തിനും മറ്റുമൊക്കെ എത്തുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഖൈറാത്തുകൾ പുലർത്തിപ്പോരുന്ന ആളുകളുണ്ടല്ലോ, അവർ നല്ല ആളുകളാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീണ്ടുമുള്ള ചോദ്യം, ഫഅയ്യുന്നാസി ശർറുൻ, ജനങ്ങളിലെ ഷർറായിട്ടുള്ള ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉമറുഹു വസഅ അമലുഹു, ആരുടെ ആയുസ്സാണോ നീണ്ടുപോയിട്ടുള്ളത് എന്നിട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാകാത്ത മോശമായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രായമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചത് 60-ൻ്റെയും 70-ൻ്റെയും വയസ്സുകൾക്കിടയിലാണ്. അധികം ആളുകളും ഈ ഖുതുബ കേൾക്കുന്ന അധികം ആളുകളും 30, 40, 50 വയസ്സൊക്കെ കഴിഞ്ഞു പോയ ആളുകളാണ്. എന്നിട്ടും നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ ഇനി അധിക കാലമില്ല ഈ ദുനിയാവിലെന്ന് മനസ്സിലായിട്ടും ബോധ്യപ്പെട്ടിട്ടും ഇനിയൊന്ന് നല്ല രൂപത്തിൽ ജീവിക്കട്ടെ എന്ന് മനസ്സിലേക്ക് തോന്നൽ വരാത്ത ആളുകളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവർ, ഷർറുന്നാസ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിനെ കുറിച്ച് 60, 70 ആയാലേ മരിക്കുള്ളൂ എന്നല്ല, മരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ പ്രായമായിട്ടും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ തൗഫീഖ് ഉയർത്തപ്പെട്ടവരായിരിക്കുന്നു. നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു വിടുതി അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്നാണ്. അതുകൊണ്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേതെങ്കിലും ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ട് എങ്കിൽ തിരുത്താനും മുന്നോട്ടുള്ള ജീവിതം നന്നാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ 9ാമത്തെ വിഭാഗം ദാനം ചെയ്യാൻ സാധിച്ചിട്ടും കഴിവുണ്ടായിട്ടും ദാനം ചെയ്യാത്ത ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫഉഖ്ബിറുക്കും ബിശർരി നാസി മൻസില, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആൾ ആരാണ് എന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലദി യുസ്അലു ബില്ലാഹിൽ അലീം വലാ യുഅതി ബിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യനോടൊരു കാര്യം ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അത് പാവപ്പെട്ടവനെ സഹായിക്കാനാകട്ടെ, അതല്ലെങ്കിൽ പൊതു നന്മക്കായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മസ്ജിദുകൾക്കായിക്കൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ പേരിലുള്ള ചെലവഴിക്കലിന് വേണ്ടി ഒരാൾ ചോദിക്കപ്പെട്ടു. പക്ഷേ വലാ യുഅതി ബിഹി, അവൻ കഴിവുണ്ടായിട്ടും അവൻ എന്ത് ചെയ്തില്ല, അതൊന്നും നൽകാൻ കൂട്ടാക്കിയിട്ടില്ല എങ്കിൽ അവനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിലെ ഏറ്റവും മോശപ്പെട്ടവനായി. അതുകൊണ്ട് നമ്മളൊക്കെ സ്വതക്കകൾ നൽകുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. നമ്മളുടെ സ്വരത്തുകൾ നമ്മുടെ ഒരു മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇന്ന മാർഗത്തിലൊക്കെ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നവരുണ്ട് എങ്കിൽ മസ്ജിദുകൾക്കോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ, ശരിയാത്ത് പഠിക്കുന്ന വിദ്യാഭ്യാസത്തിനോ മറ്റൊക്കെ ആയിക്കൊണ്ട് പൊതു നന്മക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാനോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എൻ്റെ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനാണോ ഞാൻ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി കൊണ്ട് പരിശോധിക്കുക. ഇല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി പറഞ്ഞത് ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിലെ മോശപ്പെട്ട ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. 10ാമതായി കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് നന്മ പ്രതീക്ഷിക്കാൻ പറ്റാത്തവനും അതുപോലെ തന്നെ തിന്മയിൽ നിർഭയത്വം കണ്ടെത്താൻ സാധിക്കാത്തവനും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശർറുക്കും മൻ ലാ യുർജാ ഖൈറുഹു വലാ യുഅ്മനു ശർറുഹു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനെ പറ്റി നമ്മൾ വിചാരിക്കുന്നത് ഓൻ എന്തായാലും ഒരു ഖൈറിലും എന്ത് ചെയ്യൂല, ഉണ്ടാവൂല,
ആ രൂപത്തിൽ ആരെങ്കിലും നമ്മളെ പറ്റി വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ അറിയപ്പെട്ടത് എങ്കിൽ, നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടത് എങ്കിൽ, ഒരു ഖൈറിലും അവനെ കൂട്ടാൻ പറ്റൂല. അതുപോലെ തന്നെ അവന് ഏത് ഷർറാണോ ഉള്ളത് ആ ഷർറിലൊക്കെ അവന് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ളവനും ശിറാറുൽ ഖൽഖാണ്, സൃഷ്ടികളിലെ ഏറ്റവും മോശപ്പെട്ടവനാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, 10 വിഭാഗം ആളുകളെ സംബന്ധിച്ച് ഇവിടെ പ്രസ്താവിച്ചു. ഇതിലേക്ക് ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉണ്ട് എങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ തിരുത്താൻ വേണ്ടി തയ്യാറാകണം. തിരുത്താൻ സാധിക്കാത്തത് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മുമ്പിലുള്ള രോഗികളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് പരിപൂർണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.